ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് നല്ലൊരു രസം തയ്യാറാക്കാം. ഈ ഒരു രസം തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ്. ഒരു കുക്കറിലേക്ക് രസത്തിന് ആവശ്യമായ പരിപ്പ് ചേർക്കാം. ഇത് തുവരപ്പരിപ്പാണ്. പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 തക്കാളിയാണ്. തക്കാളിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ രസക്കൂട്ടൊന്ന് ചതച്ച് ചേർക്കാം. ചതച്ച് ചേർക്കുമ്പോൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കാതെ ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉലുവയും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കർ മൂടി ഒരു 5 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 വിസിലായിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ പുളിക്ക് ആവശ്യമായ പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. രസം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. താളിപ്പം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള തക്കാളി പരിപ്പ് രസം ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.